ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. 17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ INDA സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി വി സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക നൽകി. കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കോൺഗ്രസ് യുവ നേതാവിനെതിരായ ആരോപണത്തിൽ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിക്കുന്ന വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിന് ഇന്ന് തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിനൊരുങ്ങി തിരുവനന്തപുരം. ഉദ്ഘാടന മത്സരം കാര്യവട്ടത്ത് ഇന്ന് നടക്കും. വാർത്തകൾ വിശദമായി. വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയത്. സമ്മേളനത്തിന്റെ അവസാന ദിവസം നടപടികൾ തടസ്സപ്പെടുത്തരുതെന്ന് ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർല അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. माननीय सदस्यगण, आज सभा का अंतिम दिन है. आप अगर प्रश्नकाल नहीं चलाने दे रहे तो सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है. തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചപ്പോഴും ബഹളം തുടർന്ന സാഹചര്യത്തിൽ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ സംഭവ വികാസങ്ങളാണ് ഉണ്ടായത്. പ്രതിപക്ഷം കൊണ്ടുവന്ന 18 അടിയന്തര പ്രമേയ നോട്ടീസുകൾ സഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് തള്ളിയതോടെ പ്രതിഷേധം ശക്തമായി. തുടർന്ന് നടപടികൾ 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. 17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ INDA സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി വി സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മല്ലികാർജുൻ ഖർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങിയ മുതിർന്ന INDA നേതാക്കൾക്കൊപ്പമെത്തിയാണ് പത്രിക നൽകിയത്. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. അടുത്ത മാസം 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം. ഈ ചരിത്ര നേട്ടത്തിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഡിജിറ്റൽ സാക്ഷരതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് ഡിജി കേരളം. 21,87,667 പഠിതാക്കളാണ് മൂല്യനിർണ്ണയത്തിൽ വിജയിച്ച് ഇതിലൂടെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചത്. K-ഫോൺ OTT സേവനങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 6 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ്. K-ഫോൺ ഇന്റർനെറ്റ് കണക്ഷനൊപ്പം 350ഓളം ലൈവ് ടെലിവിഷൻ ചാനലുകളും 29ഓളം OTT പ്ലാറ്റ്ഫോമുകളും ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച താമരശ്ശേരി സ്വദേശിയായ പെൺകുട്ടിയുടെ വീടും ചികിത്സയിലുള്ള ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമുള്ള കുട്ടിയുടെ വീടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം സന്ദർശിച്ചു. കുളം, വീട്ടിലെ ടാങ്കുകൾ, കിണറുകൾ തുടങ്ങിയ ജലസ്രോതസ്സുകളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു. ജലസ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് സംഘം ബോധവൽക്കരണം നടത്തി. മലപ്പുറം സ്വദേശിയായ 11 വയസ്സുള്ള കുട്ടിയും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിക്കുന്ന വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിന് ഇന്ന് കോഴിക്കോട് തുടക്കം. 3 ദിവസം നീളുന്ന കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി R ബിന്ദു വൈകുന്നേരം നിർവഹിക്കും. വർണ്ണപ്പകിട്ടിന്റെ ഭാഗമായുള്ള ചലച്ചിത്രോത്സവത്തിന് ഇന്ന് കൈരളി തിയേറ്ററിൽ തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കലോത്സവത്തിന്റെ ഭാഗമായി ഏകദിന ഫിലിം ഫെസ്റ്റിവൽ വൈകിട്ട് 6 വരെ കൈരളി ശ്രീ തിയേറ്ററുകളിലാണ് നടക്കുന്നത്. ജൂബിലി ഹാളിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, മനുഷ്യാവകാശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടക്കുന്ന ദേശീയ സെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്റ്റേജിതര ഇനങ്ങളായ ചിത്രരചന, കഥ, കവിത, ഉപന്യാസം, രചനാ മത്സരങ്ങളും ഇന്ന് നടക്കും. 22, 23 തീയതികളിൽ കലാമത്സരങ്ങൾ അരങ്ങേറും. സ്റ്റേജ് ഇനത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്നവരെ കലാരത്നയായും സ്റ്റേജിതര ഇനത്തിൽ കൂടുതൽ പോയിന്റ് ലഭിക്കുന്നവരെ സർഗപ്രതിഭയായും തെരഞ്ഞെടുക്കും. ഗ്രൂപ്പ്, വ്യക്തിഗത ഇനങ്ങൾ A ഗ്രേഡിൽ നേടുന്ന ടീമിനും വ്യക്തിക്കും ക്യാഷ് പ്രൈസും നൽകുന്നുണ്ട്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 17ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് നാളെ തുടക്കം. തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ വൈകുന്നേരം 6 മണിക്ക് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും. ഫ്രം ഗ്രൗണ്ട് സീറോ ആണ് ഉദ്ഘാടന ചിത്രം. കൈരളി, ശ്രീ, നീള തിയേറ്ററുകളിൽ 6 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ 331 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഡെലിഗേറ്റ് പാസിന്റെ വിതരണം ഇന്ന് വൈകിട്ട് 5 മണി മുതൽ ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കോൺഗ്രസ് പാർട്ടിയിലെ ഏത് നേതാവിനെതിരെ പരാതി ലഭിച്ചാലും മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിയിലെ യുവ നേതാവിനെതിരെ നടിയും മാധ്യമപ്രവർത്തകയുമായ യുവതി ഉന്നയിച്ച പരാതി ഗൌരവമായി പരിശോധിച്ച് നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നടപടിക്ക് താൻ തന്നെ മുൻകൈയെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. KSRTC പുതുതായി നിരത്തിലിറക്കുന്ന വിവിധ ശ്രേണിയിലുള്ള 143 ബസ്സുകളുടെ ഫ്ളാഗ് ഓഫും സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. അത്യാധുനിക യാത്രാ സൌകര്യങ്ങളോടുകൂടിയ AC സീറ്റർ കം സ്ലീപ്പർ, പ്രീമിയം സൂപ്പർഫാസ്റ്റ് എന്നിങ്ങനെ വിവിധ ശ്രേണിയിലുള്ള ബസ്സുകളാണ് ഇന്ന് നിരത്തിലിറക്കുന്നത്. 10 വർഷത്തിലേറെയായ എല്ലാ ബാങ്ക് അക്കൌണ്ടുകളിലും KYC രേഖകൾ വീണ്ടും സമർപ്പിക്കണമെന്ന് ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ട് സംസ്ഥാനതല ബാങ്കിംഗ് കമ്മിറ്റി. ജൻധൻ അക്കൌണ്ടുകളടക്കം എല്ലാ വിഭാഗം അക്കൌണ്ടുകൾക്കും ഇത് ബാധകമാണ്. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10-ന് അടയ്ക്കും. പ്രതികൂല കാലാവസ്ഥയിലും വലിയ തിരക്കാണ് ശനിയാഴ്ച നട തുറന്നതു മുതൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. NCC നേവൽ കേഡറ്റുകളുടെ പര്യവേഷണ തുഴച്ചിൽ കായൽ യാത്ര കൊല്ലത്ത് നിന്ന് പുറപ്പെട്ടു. രാജ്യത്തെ മികച്ച നേവൽ യൂണിറ്റിനെ തിരഞ്ഞെടുക്കുന്നതിനായി നടത്തുന്ന ദേശീയ മത്സരത്തിന്റെ ഭാഗമാണ് പായ്വഞ്ചിയിലെ സാഹസിക കായൽ യാത്ര. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. തേവള്ളി NCC 3K നേവൽ യൂണിറ്റിൽ നിന്ന് ആരംഭിച്ച യാത്ര കൊല്ലം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ സുരേഷ് G ഫ്ളാഗ് ഓഫ് ചെയ്തു. അഷ്ടമുടിക്കായലിൽ ആരംഭിച്ച യാത്ര പുന്നമടക്കായൽ, വേമ്പനാട് കായൽ എന്നിവയിലൂടെ ആലപ്പുഴയിലെ കണ്ണങ്കരയിൽ എത്തി മടങ്ങും. 10 ദിവസം കൊണ്ട് 220 കിലോമീറ്റർ ദൂരം സംഘം സഞ്ചരിക്കും. വിവിധ ജില്ലകളിൽ നിന്നുള്ളവരും ലക്ഷദ്വീപിൽ നിന്നുള്ള 2 പേരും ഉൾപ്പെടെ 65 കേഡറ്റുകൾ സെയിലിംഗ് എക്സ്പെഡിഷന്റെ ഭാഗമാണ്. പാതിരാമണൽ പക്ഷി സങ്കേതം ഉൾപ്പെടെ തിരഞ്ഞെടുത്ത പ്രദേശങ്ങളുടെ ശുചീകരണം, ബോധവത്കരണ പ്രവർത്തനങ്ങൾ എന്നിവയും യാത്രയുടെ ഭാഗമായി നടക്കും. ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ അടുത്ത മാസം മുതൽ ആരംഭിക്കുമെന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ അറിയിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികളും പരീക്ഷണ പറക്കലുകളും പല ഘട്ടങ്ങളായി പൂർത്തീകരിച്ചിരുന്നു. 12,000 രൂപയായിരിക്കും സീപ്ലെയിൻ സേവനത്തിന്റെ ഏകദേശ നിരക്ക്. കണ്ണൂർ കുറ്റിയാട്ടൂരിൽ വീടിനുള്ളിൽ കയറി യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കണ്ണൂർ ഒരുവച്ചാൽ സ്വദേശി പ്രവീണയാണ് മരിച്ചത്. ആക്രമണം നടത്തിയ കുട്ടാവ് സ്വദേശി ജിജേഷും പൊള്ളലേറ്റ് ചികിത്സയിലാണ്. ഇയാൾക്കെതിരെ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തു. ഈ മാസം 30-ന് പുന്നമടക്കായലിൽ നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടിയുടെ പേര് പ്രഖ്യാപിക്കുന്ന ചടങ്ങ് കളക്ടറേറ്റിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കും. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിൽ നിന്നും പേര് പതിച്ച ഭാഗ്യചിഹ്നം ചലച്ചിത്ര സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ് ചടങ്ങിൽ ഏറ്റുവാങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. ആലപ്പുഴ നഗരവും കുട്ടനാടും അപ്പർ കുട്ടനാടും ഇപ്പോൾ വള്ളംകളിയുടെ ലഹരിയിലാണ്. വൈകുന്നേരങ്ങളിൽ പുന്നമടക്കായലിലും പമ്പാ നദിയിലും അച്ചൻകോവിലിലും ചുണ്ടും വള്ളങ്ങളും കളിവള്ളങ്ങളും നടത്തുന്ന തുഴച്ചിൽ പരിശീലനം ഉത്സവ പ്രതീതി ജനിപ്പിക്കുന്നു. ഇതുവരെ 70 വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിയിൽ മത്സരിക്കാനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രജിസ്ട്രേഷൻ ഇന്ന് സമാപിക്കും. നാളെയാണ് ക്യാപ്റ്റൻസ് ക്ലിനിക് നടത്തുന്നത്. വള്ളങ്ങളുടെ ക്യാപ്റ്റന്മാരും ലീഡിംഗ് ക്യാപ്റ്റന്മാരും ഈ ക്യാപ്റ്റൻസ് ക്ലിനിക്കിൽ നിർബന്ധമായും പങ്കെടുക്കണം. വഞ്ചിപ്പാട്ട് മത്സരത്തിനുള്ള രജിസ്ട്രേഷനും നാളെ സമാപിക്കും. കേരളത്തിന്റെ സ്വന്തം ക്രിക്കറ്റ് മാമാങ്കമായ കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വൈകുന്നേരം 6:30-ന് നടക്കുന്ന ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിൽ KCL ബ്രാൻഡ് അംബാസഡർ മോഹൻലാൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 2:30-ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. 6 ടീമുകളുടെ 33 മത്സരങ്ങളാണ് ഇനിയുള്ള 3 ആഴ്ചക്കാലം കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഭാഗമായി നടക്കുക. സെപ്റ്റംബർ 7-നാണ് ഫൈനൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 243 പോയിന്റ് ഉയർന്ന് 82,101-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 48 പോയിന്റ് നേട്ടത്തിൽ 25,099-ലും വ്യാപാരം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. 17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ INDIA സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി B സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക നൽകി. കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കോൺഗ്രസ് യുവ നേതാവിനെതിരായ ആരോപണത്തിൽ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിക്കുന്ന വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിന് ഇന്ന് തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിനൊരുങ്ങി തിരുവനന്തപുരം. ഉദ്ഘാടന മത്സരം കാര്യവട്ടത്ത് ഇന്ന് നടക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.